Good morning everyone. Welcome back to our YouTube channel. So today is day 3 in Trivandrum. Morning feet. നമ്മൾ പോകുന്നത് കാറ് റെന്റലിൽ നിന്ന് എടുക്കാനും അത് കഴിഞ്ഞിട്ട് വെട്ടുകാട് പള്ളിയിലോട്ട്. ഓക്കെ, ഓൾറൈറ്റ്. മൈ ടുഡേസ് ഡ്രസ് സുഡിയോ നാട്ടാ. അത് എന്താ ഹമ്മിങ് ബേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാം. കൊടുത്തിട്ട് പോണോ? റൂം സർവീസ് പ്രസ് ചെയ്താ. So this was a hotel we stayed for 3 days. Bivara Hotel and Suite in Kumarapuram. As usual, we are taking Uber Auto. സോ ഇപ്പോൾ നമ്മൾ കാർ എടുക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അപ്പം കാറ് റെൻ്റലിന് എടുത്തിട്ട് നമ്മൾ വെട്ടുകാട് പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ച് ബാബു ഡോക്ടറിൻ്റെ വീട്ടിൽ പോകുന്നു. അത് കഴിഞ്ഞ് ഡേസിൻ്റെ വേറൊരു പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് തിരിച്ച് വന്നിട്ട് ജസ്റ്റ് പെട്ടെന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ദീപിച്ചേൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്നത്. സോ ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്തോരം ഇതാവെന്ന് അറിയത്തില്ല, കാരണം ഒടുക്കത്തെ ബ്ലോക്കാണ്. അറിയത്തില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ നമ്മൾ രാവിലെ തന്നെ വന്ന് വണ്ടി റെൻറ്റിന് എടുക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ വണ്ടി റെൻറ്റിന് എടുക്കുക. ഒരു മാനുവൽ സ്വിഫ്റ്റാണ് എടുത്തേക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് മാനുവൽ ഓടിക്കുന്നത്. അതിൻ്റെ നല്ല ടെൻഷൻ ഡേവിസിനുണ്ട്. ഞാനല്ല ഓടിക്കുന്നത്. ഐ എം ദ നാവിഗേറ്റർ. ഞാൻ അടുത്തുനിന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അതാണ് എൻ്റെ പണി. ഇവിടെ ഹോണടിക്കുന്ന തെറി പറയാനല്ലല്ലോ. കൊറേ നാളായല്ലേ ഹോണടിച്ചിട്ട്. അത് സിഗ്നലല്ലോ അല്ലേ? ഇവിടെ അങ്ങനെ സിഗ്നലൊന്നും ഇല്ലല്ലോ. സെന്റ് പീറ്റേഴ്സ് ചർച്ച്. സെന്റ് പീറ്റേഴ്സ് ഇവിടെ വന്നിട്ട് ഞാൻ ആലോചിക്കാം നിന്നെ കൊണ്ടുപോയി പല ദിവസത്തേക്ക് ഒറ്റ ദിവസം മതിയാ. ഇവിടെ ഞാൻ കാർ പാർക്ക് ചെയ്തിട്ടില്ല. വണ്ടി നമ്പർ അറിയാലോ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഫസ്റ്റ് ഇവിടെ വെട്ടുകാട് പള്ളിയിൽ വരുന്നത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ്. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്, ഓക്കെ ലെറ്റ്സ് ഗോ ഫർദർ ഇൻ അവർ റിലേഷൻഷിപ്പ്, നമുക്ക് മാരേജിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ ഫാമിലിനോട് പറയുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇൻക്ലൂഡിങ് നമ്മൾ ഓസ്ട്രേലിയ പോകുന്ന കാര്യം ഡിസൈഡ് ചെയ്തതും, അതുപോലെ തന്നെ വിസയ്ക്ക് വെച്ചതും, പിന്നെ ഡേവിസ് ആണെന്നുണ്ടെങ്കിലും വിസയ്ക്ക് വയ്ക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ഇവിടെ നിന്നാണ് ഒരു സ്റ്റാർട്ടിങ്. സോ നമുക്ക് അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നന്ദി പറയാനും കൂടിയാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. നമ്മൾ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്കാണെങ്കിൽ തന്നെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ കിട്ടുമെന്നുള്ളത് വെരി മൈന്യൂട്ട്, ഒരു 10% ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. അത് കഴിഞ്ഞ് എനിക്ക് വിസ കിട്ടിയതും, പിന്നെ അതുപോലെ തന്നെ ഡേവിസിൻ്റെ വിസ 491 വന്നതും, 491 അല്ല 482 വന്നതും, അത് കഴിഞ്ഞ് 490, ഇത് എല്ലാം ഇവിടെ ആയിട്ട് കണക്ട് ചെയ്താണ് നമ്മൾക്ക് വന്നേക്കുന്നത്. ലൈക്ക് ഡേവിസ് ഒരു പ്രാവശ്യം വെട്ടുകാട് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡേവിസിൻ്റെ ഫോണിലോട്ട് വിസ വരുന്നത്. അപ്പം അങ്ങനെ നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ടൈമിൽ വിസ വരുന്നു. ഇതെല്ലാം നമ്മളെ എന്തോ കണക്റ്റിംഗ് ഡോട്ട് എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ ആഫ്റ്റർ ഓൾ എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് നമ്മുടെ ലൈഫിൽ നടന്നേക്കുന്നത്. നമ്മൾ
ലൈക്ക് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റേത് എന്ന് പറയുന്ന പോലെ ഡേവിസ് എപ്പോഴും പറയുന്ന ഒരു വേർഡ്സാണ്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചതിന് എല്ലാത്തിനും ബലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വി ആർ ഹിയർ ടു സേ താങ്ക് യു. ഇതെല്ലാവരോടും പറയണമെന്ന് തോന്നി. കാവൽ മാലാക എടുത്തോട്ടെ. ക്രിസ്മസ് ടൈമില്ല സ്റ്റാറൊക്കെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഡേവിസ് ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിസ കിട്ടാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് കറക്റ്റ് ഡേവിസിൻ്റെ ഫോണിലോട്ടേക്ക് വിസ വരുന്നതും നമുക്ക് കൂടുതൽ വിശ്വാസം വരാനും അങ്ങനെയൊക്കെ കാരണമായത്. അത് ഈ ഗ്രോട്ടോ ആണ്. നമുക്ക് ഭയങ്കര ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലമാണ്. നമുക്കും ഭയങ്കര വിശ്വാസമാണ്. വെട്ടുകാട് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബീച്ചിലും കടൽപ്പുറത്തേക്കൂടെ ഒന്ന് നടക്കുന്നത് അത് ഇവിടുത്തെ ഒരു രീതിയാണ്. ഞങ്ങളെപ്പോൾ വന്നാലും ഇങ്ങോട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാറുണ്ട്. പണ്ട് വന്ന പോലെയല്ല, ഇവിടെ മൊത്തം മെസ്സിയാണ്, ഇവിടെ മൊത്തം വേസ്റ്റൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ എന്നാലും ഒന്ന് ഓർമ്മകളൊന്ന് അയവറക്കാൻ വേണ്ടി ഞങ്ങൾ അതിൽ കൂടെ ഒക്കെ ഒന്ന് 2-3 പ്രാവശ്യം നടന്നു, ആ വെള്ളത്തിലൊക്കെ ഒന്ന് തൊട്ടു.
turn left. Oh my god, പോട്ടെ പോട്ടെ, കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ, ഇച്ചിരി ഇങ്ങോട്ടേക്ക്. ലൊക്കേഷൻ ഒന്ന് പറ. ഓപ്പൺ ആണ്, ആൾക്കാരൊക്കെ വന്നു. ഇവിടെയാണ് വേലി ടൂറിസ്റ്റ് വില്ലേജ്. ഓടി വരാൻ, എന്നോട് ഓടി വരാനാണ് പറയുന്നത്. മോർണിംഗ് ജോഗിങ്. കളറ് കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. എനിക്കെൻ്റെ കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നൈസ്. ഹമ്മിങ് ബേർഡ്. കഴിച്ചേട്ടാ നല്ലതാണോ? പക്ഷെ ഇവിടെ നല്ല തിരക്കാണ്. മെഡിക്കൽ കോളേജ് അല്ലേ? ആ മറ്റേ കോൺ പോലത്തെ ആണോ? ഗീ റോസ്റ്റ് കോൺ പോലത്തെ ആണോ? അപ്പൊ ഇത് ഫ്ലാറ്റ് ആണോ? ഇതെല്ലാം നല്ല തിരക്കല്ലേ? അതിനുണ്ട്. Still hungry. അത് മിസ്സാവരുതല്ലേ? മൊബിലിറ്റി എയ്ഡിന്റെ കട. കൊറേ നടക്കാനുണ്ടോ? ഓ വേണ്ട. Hello. Thank you. Hello. Sorry. How are you? Nino, എപ്പോ? അയ്യോ.
ഇവിടെ ആയിരുന്നില്ലേ കിളിക്കൂട്, അതിന്റെ താഴെ ആയിരുന്നല്ലേ? ഓക്കെ. ഫീലിംഗ് ഗുഡ്, ഹാപ്പി, മെമ്മറീസ് ഓൾ റിഫ്രഷ്ഡ്. എനിക്ക് ചെറിയ സങ്കടമൊക്കെ വന്നു. ഭയങ്കര സിമ്പിൾ പേഴ്സൺ. നമ്മൾ എത്ര വർഷം മുന്നേ, 4 years ബാക്ക് അല്ലേ? അല്ല 2022 ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. അപ്പം ഞങ്ങൾ വന്ന് ഇവിടെ സാറിനെ കാണാൻ വേണ്ടി വന്നായിരുന്നേ, വിസേൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പം സാറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ മുകളിലുള്ള പച്ചക്കറിയും, അന്ന് കുറച്ചുകൂടെ ആക്റ്റീവായിരുന്നു, പച്ചക്കറി ഗാർഡൻ തൊട്ട് മാങ്ങ എല്ലാം കാണിച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അതിന് ശേഷം മമ്മിയും ഡേവിസിൻ്റെ ഫാമിലി വന്നപ്പോഴാണെങ്കിലും ഇവിടെ നമ്മൾ കാര്യങ്ങൾ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അങ്ങനെയൊക്കെ പോയത്. അപ്പോൾ ഡോക്ടറായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ആ മെമ്മറീസൊക്കെ ഓർമ്മ വന്നു. കിളിക്കൂട്, സാറിൻ്റെ വീട്ടിൽ കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു, കിളികളും ഒക്കെ. ഇപ്പോൾ 1-2 ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓർക്കാൻ പറ്റിയതിൽ സന്തോഷം. എനിവേ, ഐ എം സോ ഹാപ്പി. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാ? മൈമൂനല്ലേ? 10:30. മൈമൂൻ എവിടെയാ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിൽ കാണാം. നമ്മളിങ്ങനെ പറയുമായിരുന്നേ, ഇന്ന് ഇവിടെ വന്ന് ഇവരെല്ലാവരെയും കണ്ടതിൽ, ഓൾഡ് പേഷ്യൻസിനെ കണ്ടതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ ചില സ്ഥലത്തൊക്കെ ഇമോഷണൽ ആയിപ്പോയി, ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ. ഇവരൊക്കെ നമ്മുടെ കല്യാണത്തിന് പാലയിലോട്ട്, ട്രിവാൻഡ്രത്തുനിന്ന് പാലയിലോട്ട് വരെ വന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, എന്നോട് പറയാം, അന്ന് കണ്ടതിനേക്കാൾ ഇന്നാ നല്ലത്, അന്ന് സാരിയിലേക്കാൾ ഇതാ ചേരുന്നതെന്നൊക്കെ. അപ്പം അത് ഭയങ്കര ടയേർഡല്ലായിരുന്നോ? അത് വേർത്ത് കുളിച്ച് അയ്യോ ഭയങ്കര മേക്കപ്പും ഭയങ്കര ഇതൊക്കെ ഇട്ടിട്ട്. അപ്പം അതിനേലൊക്കെ എന്തുകൊണ്ടും ഇവിടെ അടുത്തല്ലേ, ചുപ്പന എവിടെയാ അങ്ങനെ. അപ്പം അതിനേലൊക്കെ എന്തുകൊണ്ടും നല്ലത് ഇതാണെന്നൊക്കെ ആൻറ്റി പറയുമായിരുന്നു. ഐ എം സോ ഓൾസോ ഹാപ്പി ഇവിടെ വന്നതിൽ. ഇപ്പം നമ്മൾ റൂമിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വിടണം. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് പിന്നെ അവിടെ ഇട്ടോ, അങ്ങനെ ഇടുന്ന റിവേഴ്സ് പാർക്ക് ചെയ്യുന്നു. ഡേവിസ് റിവേഴ്സ് പാർക്ക് ചെയ്യുന്നു. പെർഫ്യൂം വരുന്നുണ്ടോ? ഏതാ? നെക്സ്റ്റ് പ്ലേസ്. ടയേർഡ്. മുഖത്ത് വേഗം സൺസ്ക്രീൻ കോരിയിട്ടിട്ട് പോകുന്നു. പക്ഷെ ഭയങ്കര ഗ്രീസിയായി. പിന്നെ ഭയങ്കര പൊടി അടിച്ച് മുഖം ഇങ്ങനെ വെന്തിരിക്കുക. മനസ്സിലായോ? നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ തന്നയച്ചു അവര്. നമ്മൾ കൊണ്ടുപോയ കവറിൽ അവർ നമുക്ക് വേണ്ടി ഐസ്ക്രീമും പിന്നെ കുറേ സാധനം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായി. നമ്മളതൊന്നും കഴിച്ചില്ല. ഇപ്രാവശ്യം ഓരോ ബോക്സ് കാഷ്യൂ ഒക്കെ തന്നയച്ച്. അച്ഛനാണെങ്കിലും കടയിൽ സന്തോഷമൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് അമ്മ ആർട്സ് കോളേജിൽ സാൻസ്ക്രിറ്റ് പഠിപ്പിച്ച ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ. അപ്പം ആൾക്ക് പടം വരെയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ആർട്ട് അറ്റാക്കിൽ ഫോളോ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ടൈമൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടോ, അവർക്ക് ഭയങ്കര സന്തോഷം നമ്മൾ വന്നതിൽ. നമ്മളും വന്ന് അപ്പോൾ പോയതിൽ നമുക്ക് സന്തോഷം അവരെ കണ്ടതിൽ. അച്ഛൻ പറയാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഉറപ്പായിട്ടും കാണണം, ഉറപ്പായിട്ടും വരണം എന്നൊക്കെ. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ദീപിച്ചേൻ്റെ വീട്ടിലോട്ട് പോവാം.
Okay. On the way to Deepu Chetan's house. Straight. എവിടെ സ്ഥലക്കുന്നത്തുകാൽ. ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് 49 കിലോമീറ്റേഴ്സ് അല്ല 49 കിലോമീറ്റേഴ്സ്. ഇനിയിപ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് മോർ. എത്ര കിലോമീറ്റർ ഉണ്ട് അറിയത്തില്ല, സോറി. അപ്പോൾ ഓൺ ദ വേ അവിടെ ചെന്നിട്ട് കാണാം. എല്ലാവരും ടാറ്റ വന്നു. ശരി, ബൈ. ഇവൻ എങ്ങോട്ടാ പോണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഇതുവരെ. അവിടെ അടച്ചിട്ടേക്ക് പോവാന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ പോ. ഞാൻ വാങ്ങിച്ചു. അതെ, ഞാനിങ്ങനെ ദീപിച്ചേട്ടൻ്റെ വീട്ടിൽ പോവാ അങ്ങനെ പറഞ്ഞൂടാ. അയ്യോ, ഞാൻ ഫ്രണ്ടിൽ പോണില്ല. അപ്പൊ ഞാൻ വീണതിന് ഇങ്ങനെ അങ്ങോട്ട് പോകും. ഞാൻ ആരെങ്കിലും തടഞ്ഞു നിന്നോളൂ. ഇവിടെ തന്നെയല്ലേ തോടൊക്കെ. ദേവ്സും ദീപുചേട്ടനും ഒരുമിച്ചാണ് കിംസിൽ, അതായത് ഫിസിയോ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ഇൻറ്റേൺഷിപ്പ് ഒരുമിച്ച് ചെയ്തത്. അപ്പം ദീപുചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഡേവിസ് താമസിച്ച് 3 മാസം. അപ്പോൾ അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഡേവിസിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോക്കാണത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവരും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ നടന്നു പോകുന്നു. ഇതുപോലെ തന്നെ ഞങ്ങൾ ലുലുവിന്റെ ഡ്രസ് എടുത്തേ. അപ്പൊ അവരും ഇതുപോലെ വിളിച്ചു. അപ്പൊ ലേഡി എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞത്. പിന്നെ മനസ്സിലായി ആ മമ്മി വിളിച്ച് മമ്മി എടുത്തത്. നമ്പർ ഇത് ആക്ടിവേറ്റ് ആയില്ല. രസല്ലേ നമുക്ക് കേട്ടോ. ഇതിൽ ആഴമുണ്ടോ? നിങ്ങൾ ഇതിൽ കുളിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ നമ്മളെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കുളത്തിന്റെ പണി നടന്നുകൊണ്ടിരുന്നു. അതിനുശേഷം വന്നപ്പോൾ കുളത്തിന്റെ പണി കഴിഞ്ഞു. 2 ക്രോക്കഡൈലുകൾ കൊണ്ടുവന്നിട്ടാലോ? ഇത് മുതലുകളുണ്ടോ? എടാ, ഇപ്പൊ എല്ലായിടത്തും മുതലുണ്ട്. ചിങ്ങനെയൊക്കെ ആലുവപ്പുഴ നിറച്ച് മുതലാളാ. അതെ, ചിങ്ങനെയോ? അതെ, എവിടെ? ആലുവപ്പുഴയില്. ബബിളാ. ബബിൾ ഉണ്ടാക്കണോ? ഇതൊക്കെ എന്ത് സാധനം? ഇതാണ് പഠിപ്പിക്കാൻ പോയ സമയത്ത് ചെയ്ത കാര്യങ്ങളല്ലേ. ഞങ്ങൾ പിന്നിലും ചെയ്തിട്ടാണോ? ഇതിനൊന്നും ചാറില്ല കേട്ടോ, വരണ്ടില്ലല്ലോ. കഴിഞ്ഞോ? കഴിഞ്ഞപ്പോ പതുക്കെ ഇറങ്ങാം. ശരിയല്ല, അമ്പലവും എല്ലാ സംഭവം ഉണ്ട്. അപ്പോഴേക്കും വൈകുന്നേരം ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ വന്നതാണേ. ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ദീപിച്ചേട്ടൻ്റെ വൈഫ് അവരൊക്കെ അമ്പലത്തിൽ പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ പയ്യെ വിട്ടു. ഓ മൈ ഗാഡ്, ലുക്ക് അറ്റ് മൈ 100 വോൾട്ട് സ്മൈൽ.
കോവളം ബീച്ചിൽ പോയിട്ട് നമുക്ക് ഫേവറേറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ക്രാബ് റോസ്റ്റ്. ഇവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ക്രാബ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഹിറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതിനു വേണ്ടി ക്രേവ് ചെയ്യുമായിരുന്നു. അത്ര ടേസ്റ്റി ആയിരുന്നു. അപ്പം എനിക്കത് ക്രാബ് റോസ്റ്റ് കഴിക്കാൻ അവിടെ വെച്ച് നമ്മൾ ടൗൺസിൽ വെച്ച് ഇങ്ങനെ ക്രാബിൻ്റെ കുറേ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ക്യാനിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കി. പക്ഷെ ഒക്കെ ചീറ്റിപ്പോയി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ വെട്ടുകാട് പള്ളിയിൽ പോയി കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുന്നേ പോയി വരുന്ന സമയത്ത് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു ഷാപ്പ് പോലത്തെ ഒരു സ്ഥലത്ത് കയറിയിട്ട് അന്ന് ക്രാബ് റോസ്റ്റ് കഴിച്ചു. അതും അടിപൊളിയായിരുന്നു. പക്ഷേ ഇതൊരു വേറൊരു വൈബാണ്. അതായത് ഫ്രഷ് ക്രാബ് അവിടെ തന്നെ പിടിച്ച് അവർ അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നത് എന്തോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റിങ്ങാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. ചെറുതായിട്ട് മൂക്കടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു വയ്യായിക പോലെ. പക്ഷേ ദാറ്റ്സ് ഓക്കെ. എൻ്റെ വായ ഫ്രഷാണ്, എനിക്ക് കഴിക്കണം. പക്ഷെ വയറിൽ സ്ഥലമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ദീപിച്ചാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പഴംപൊരി ബീഫും തന്നു. അത് ഞാൻ ഇവിടെ വന്നിട്ട് ആ കോമ്പിനേഷൻ ട്രൈ ചെയ്തല്ലോ. കുറേ നാൾക്ക് മുന്നല്ലേ അത് കഴിച്ചത്. അപ്പോൾ അത് സൂപ്പറായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ വയറ് നിറഞ്ഞിരിക്കുക. പക്ഷെ നമ്മൾ കുറച്ച് നടന്ന് ഒന്ന് ഇച്ചിരി വിശപ്പ് വന്നതിന് ശേഷം നമുക്ക് കഴിക്കാമെന്ന് വെച്ചു. താഴെയാ. Young India Money Exchange. Oh my god, what a busy night. എന്ത് സാധിച്ചു? ഡേവിസിന് എന്ത് വാങ്ങിക്കണമെന്ന്? എന്താ വാങ്ങിക്കണത് നിനക്ക്? പറ, എന്ത് വാങ്ങിക്കണം? ഞാൻ വീഡിയോ എടുക്കും. ഫുഡോ? സീരിയസ്ലി? എടുക്കുന്നു, വാങ്ങിക്കും. അവിടെയാണല്ലോ ഇത് പോയി കഴിഞ്ഞാൽ നീ പേ ചെയ്യണം. ഇങ്ങനെ പിടിക്കാം അല്ലേ? Oh, there it comes. This is getting something. നല്ലയാടാ. I like in blue, black, blue. Where are they? നമുക്കത് ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാൻ പറ്റും കഥകളിൻ്റെ ഒക്കെ മാഗ്നറ്റ്സ്. Nice. ഞാനൊന്ന് നടന്നിട്ട് വരാം കേട്ടോ. ഇവിടെ നോക്കട്ടെ. ക്രാബുണ്ടോ? അതുകൊണ്ട് റേറ്റ് എങ്ങനെയാ? എത്ര? ഒരു പീസ് 400.
ഇത് മീഡിയം സൈസ് അല്ലയോ? ഇതൊക്കെ മീഡിയം സൈസ് അല്ലയോ? അതോ? ഓക്കെ, വേണ്ട, നമുക്ക് ആ ക്രാബിൽ തുടങ്ങാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, മസാല ക്രാബ് റോസ്റ്റ് ആണല്ലോ. മീഡിയം. ഒരു ബട്ടർ റൊട്ടി, പിന്നെ രണ്ട് ബട്ടർ റൊട്ടി, ഒരു ബട്ടർ റൊട്ടി, ഒരു ബട്ടർ നാൻ. ഒരു ബട്ടർ. ആ മതി. രണ്ട് ബട്ടർ തന്നെയല്ല, രണ്ട് ബട്ടർ അല്ലേ? ഞാൻ കറി മസാലയാണ്, പക്ഷെ മറ്റേതല്ല. അല്ല, നല്ല ടേസ്റ്റാണ്. ഇത് 5 out of 10 ഉണ്ട്, അത് 9 out of 10 ആണ്. ടേസ്റ്റ് അതല്ല. ടേസ്റ്റ് അതല്ല. ഗൈസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ അയച്ച ഫുഡ് ഇവിടെ ലൈറ്റ്, ഞങ്ങൾ അയച്ച ഫുഡ് വിച്ച് വാസ് ബിലോ ആവറേജ് അല്ല. ഞാൻ പറയും 4 out of 10 പോലും കൊടുക്കാനില്ല. നാൻ കൊള്ളത്തില്ല, അതുപോലെ തന്നെ ക്രാബ് റോസ്റ്റിൻ്റെ ഗ്രേവി കൊള്ളത്തില്ല, ഒന്നുകൊണ്ടും നല്ലതല്ല. അപ്പം ഇപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ പോയി കഴിച്ചാലോ എന്ന് ആലോചിച്ചു. പക്ഷേ എന്തോ വയറ് നിറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഇതിലും നല്ലത് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നു അല്ലേ? ലാസ്റ്റ് ഡേ ഇൻ ട്രിവാൻഡ്രം. നാളെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു. അപ്പോൾ 3 days വാസ് സോ ഗുഡ്. അടിപൊളിയായിരുന്നു. കുറേ ഊബർ ഓട്ടോ ഡ്രൈവ്സ് ആൻഡ് അഡ്വഞ്ചറസ് ട്രിവാൻഡ്രം സിറ്റി ഡ്രൈവ്സ് ആൻഡ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് റോഡ്സ്. അടിപൊളിയായിരുന്നു. റൂൾസൊക്കെ അടിപൊളിയായിരുന്നു. വീണ്ടും ലൈക്ക് കാണാനായിട്ട് എന്താ ചേഞ്ച് ഡിഫറൻസ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. വാട്ട് ഈസ് ദ ക്വാളിറ്റി നമുക്ക് അവിടെ കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതും കൊണ്ടാണ്. പറയുമ്പോൾ എൻ്റെ കണ്ണൂരിട്ടുള്ളൂ. അപ്പോൾ see you all in my next video. ബൈ. നാളെ നമ്മൾ വന്ദേ ഭാരതിനാണ് പോകുന്നത്. ബൈ ബൈ. ബൈ പറ.